തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി പതിവാക്കി. അതിന് കാരണം പറഞ്ഞത് ഫീഹി ഉലിത്തു എന്നാണ്. തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത് ഫീഹി ഉലിത്തു, അതെൻ്റെ ജന്മദിനമാണ് എന്നാണ്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത തന്നെ ഫീഹി ഖുലിഖ ആദം അലിഹിസ്ലാമിൻ്റെ ജന്മദിനം ആണ്. ആദം അലിഹിസ്ലാമിൻ്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ മറ്റു മനുഷ്യർ ജനിച്ചതുപോലെയുള്ള ജന്മം അല്ല. ആദം അലിഹിസ്ലാമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്ന് പടച്ചതാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അമ്പിയാക്കന്മാർ ജനിച്ച ദിനം, സ്വർഗപ്രവേശം കിട്ടിയ ദിനം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ദിവസങ്ങൾക്ക് പ്രത്യേകത നൽകപ്പെടുന്നു. വദക്കിറുഹും ബി അയ്യാമില്ലാഹ്, ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെക്കുറിച്ച് സമൂഹത്തെ ഉണർത്തണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അങ്ങനെ നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നവരുടെ ന്യായം അതൊരു സാധാരണ മനുഷ്യനല്ലേ എന്നാണ്. ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനവുമായി ഇറങ്ങിയപ്പോൾ ചില ആളുകൾ പറയാൻ തുടങ്ങി, മാലി ഹാദർ റസൂൽ, ഇത് റസൂലാണ്, യംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മനുഷ്യരെപ്പോലെ ജീവിക്കുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതെ ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വസ്ത്രം ധരിക്കുക, വിവാഹം കഴിക്കുക, സന്താനങ്ങൾ ഉണ്ടാവുക, ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെയുള്ള എല്ലാ മനുഷ്യത്വവും ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ സാധാരണ മനുഷ്യൻ അല്ല. അതാണ് സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്. ഇപ്പറഞ്ഞ എല്ലാവിധ വിശേഷണങ്ങൾ കൊണ്ടും ഉഹയ്യ ഇലയ്യ, പക്ഷേ എനിക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്. വഹി അറിയിക്കപ്പെട്ടു എന്നതുകൊണ്ട് സാധാരണ മനുഷ്യൻ അല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി, മനുഷ്യനാണ്, പക്ഷേ മറ്റു മനുഷ്യരെ പോലെ അല്ല, സാധാരണ മനുഷ്യൻ അല്ല. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചു പറഞ്ഞ് അങ്ങനെ പറയുന്നു, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. ആ കവിത അർദ്ധകാവ്യമായി അവിടെ നിൽക്കുകയാണ്. എങ്ങനെ പൂരിപ്പിക്കണം എന്നറിയുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, മനുഷ്യനാണ് എല്ലാ സൃഷ്ടികളെക്കാളും ഏറ്റവും പരിശുദ്ധരും ആണ്, ശ്രേഷ്ഠരും ആണ് എന്ന കാര്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക എന്നത് അതൊരു പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ആയി വരുന്നില്ല. കാരണം വിശേഷപ്പെട്ട ദിവസങ്ങൾ, സ്ഥാപനങ്ങളുടെ, സംഘടനകളുടെ ആനിവേഴ്സറികൾ മനുഷ്യർ നടത്തുന്നുണ്ട്. അത് അതിൻ്റെ പ്രചാരണത്തിനു വേണ്ടി കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ആ വാരവും ആ മാസവുമൊക്കെ വലിയൊരു ക്യാമ്പയിനായിട്ടാണ് ലോകം നടത്തുന്നത്. അതുകൊണ്ട് നബി തങ്ങളെ കുഞ്ഞുമക്കൾ, മുതിർന്നവർ, അറിയാത്തവർ കൂടുതൽ അറിയാൻ അവസരം ഒരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ലോകത്ത് നബി തങ്ങളെപ്പോലെ പറയപ്പെട്ട ഒരാളും ഇല്ല. എന്തു ചോദിച്ചാലും പറയാൻ സാധിക്കും. നബി തങ്ങളുടെ ജീവിതത്തെ വരച്ചു കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിൻ്റെ
ചിത്രമില്ല, സ്റ്റാച്യു ഇല്ല, അത് രണ്ടുമില്ലാതെ തന്നെ അതിനേക്കാൾ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായി നബിതങ്ങളുടെ ശരീരത്തെ സ്വഹാബത്ത് കൃത്യമായി വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് ശമാഇലിൻ്റെ കിതാബുകളിൽ പറയുന്നത്. അതുപോലെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ജന്മത്തിന് മുമ്പുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്, ജനിക്കുന്ന സമയത്തുണ്ടായ സംഭവ വികാസങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദീർഘകാലമായി പേർഷ്യക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന അഗ്നികുണ്ഡം അന്ന് കെട്ടുപോയി. സാവ എന്ന് പറയുന്ന തടാകം അത് വറ്റി വരണ്ടുപോയി. ബിംബങ്ങൾ തലകീഴായി മറിഞ്ഞു വീണു. ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ലോകത്തെ വിളിച്ചറിയിച്ചുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. കേവലം ഒരു വരവല്ല. അപ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ അഗ്നികുണ്ഡം? ഇക്കാലം വരെ എത്ര കാലമായി ആളുകൾ വിറകൾ നേർച്ചയാക്കുന്നു, കത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണിതിങ്ങനെ കെട്ടുപോകാൻ കാരണം? അങ്ങ് ശാമിലുള്ള ആളുകൾ ചോദിക്കുന്നു, എന്താണ് ഈ തടാകം വറ്റി വരണ്ടു പോകാനുള്ള കാരണം? അതുപോലെ ബിംബാരാധകരായ ആളുകൾ തലകുത്തി വീണ ബിംബങ്ങളെ കണ്ടുകൊണ്ട് ഭൂമി കുലുക്കമുണ്ടായോ, അല്ലെങ്കിൽ ഭൂമിയിൽ വല്ല കുലുക്കവും സംഭവിച്ചോ? അങ്ങനെ എല്ലാവരും ചോദിക്കുന്നു. അങ്ങനെ പറയപ്പെടുന്നു, അല്ല, ലോകം കാത്തിരുന്ന പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന്. അപ്പം എല്ലാവരും കാത്തിരുന്ന നബി വരുന്നു, എല്ലാവരും അതിനെ പിൻപറ്റുന്നു. അതേ സമയത്ത് അഹങ്കാരം കൊണ്ടും താൻ പോരിമ കൊണ്ടും തൻ്റെ കുടുംബത്തിലായില്ല, തൻ്റെ നാട്ടിലായില്ല, തൻ്റെ വർഗത്തിൽ വന്നില്ല എന്നൊക്കെ പരാതിപ്പെട്ടിട്ട് മാറി നിന്നവരൊഴികെ മറ്റെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞിട്ടും ലോകത്ത് മറക്കപ്പെടുന്നില്ല. ലോകത്ത് അവിടുത്തെ തത്വങ്ങൾ, അവിടുത്തെ പഠിപ്പിച്ച ആശയങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പഴക്കവും സംഭവിക്കുന്നില്ല. എന്നും അത് റെലവൻ്റായി നിലകൊള്ളുകയും ലോകത്തിന് അത് പഠിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ നാം ഓർത്തുകൊണ്ട്, നബിതങ്ങളെ ഓർത്തുകൊണ്ട്, ആ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട്, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട്, നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ, മഹത്തുക്കൾ, അവരുടെ എല്ലാം ജീവിതചര്യ പിൻപറ്റിക്കൊണ്ട് നാമും നബിദിനങ്ങൾ ആഘോഷിക്കുകയാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എല്ലാ വീടുകളിലും മൗലിദോതും. പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഓദിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ ഇരുന്നു കൊണ്ട് അവർ മൗലിദ് പാരായണം ചെയ്യും. 12-ന് മഹല്ലു കേന്ദ്രങ്ങളിൽ, മദ്രസകളിലും മറ്റും വെച്ച് വലിയ മൗലിദാഘോഷങ്ങൾ നടക്കും. അതിൽ ഘോഷയാത്രകൾ ഉൾപ്പെടെ ട്രാഫിക്കിന് തടസ്സമില്ലാത്ത, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പറ്റുന്ന സ്ഥലങ്ങളിൽ ഘോഷയാത്രകൾ, കുഞ്ഞുങ്ങൾക്കതെല്ലാം വലിയ ആവേശമാണ്, മുതിർന്നവർക്ക് അത് വലിയ സന്തോഷവും ആണ്. അങ്ങനെയുള്ള ഘോഷയാത്രകൾ, പൊതുയോഗങ്ങൾ, സീറ പ്രഭാഷണങ്ങൾ എല്ലാം നടക്കും. അന്നദാനം, സന്തോഷത്തിൻ്റെ ചീരണികൾ ഉണ്ടാക്കിയിട്ട് അത് കാത്തിരിക്കുന്ന എത്ര അമുസ്ലിങ്ങളായ ആളുകളുണ്ട്, അതിൽ സന്തോഷിക്കുന്ന എത്ര അമുസ്ലിങ്ങളായ ആളുകളുണ്ട്, അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മൗലിദ് ആഘോഷങ്ങൾ. പിന്നെ 12-നു ശേഷം ഈ മാസം അവസാനം വരെ ഓരോ വീട്ടിലും അവരവർക്ക് കഴിയുന്ന രീതിയിൽ 10 പേരെയോ 50 പേരെയോ 500 പേരെയോ ഒക്കെ വിളിച്ചു വരുത്തി വലിയ സദ്യകളുണ്ടാക്കി വലിയ മൗലിദാഘോഷങ്ങൾ. ലോകപ്രശസ്ത മൗലൂദ് അങ്ങ് കുർദിസ്ഥാനിലെ ഇർബിലിൽ അവിടുത്തെ രാജാവായിരുന്ന മലിക്കുൽ മുളഫർ അൽ കൗക്കബരി എന്ന് പറയുന്ന രാജാവ് നടത്തിയ മൗലിദ് വളരെ പ്രശസ്തമാണ്. ഇപ്പോഴും അതേ രീതിയിൽ അവിടെ നടന്നു വരുന്ന മൗലിദുകൾ കഴിഞ്ഞ വർഷമൊക്കെ നാം അതിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. മക്കയിലും മദീനയിലും എല്ലാ ദിവസവും മൗലിദ് നടന്നു വരികയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, അമേരിക്കയിലും ആഫ്രിക്കയിലും ന്യൂസിലാൻഡിലും എല്ലാ രാജ്യങ്ങളിലും മൗലിദുകൾ നടന്നു വരുന്നുണ്ട്. മൗലൂദ് എന്നതിന് പ്രിയപ്പെട്ട ആ
തിരുജന്മം എന്ന അർത്ഥത്തിൽ മൗലൂദ് എന്ന പേരിലാണ് ഇർബിൽകാർ പറയുന്നത്. മൗലൂദ് എന്നാണ് സിന്ധുകാർ പറയുന്നത്. മൗലൂദ് എന്നാണ് കേരളക്കാരും പറഞ്ഞിരുന്നത്. അപ്പോൾ ലോകത്ത് മുഴുവനും നടന്നു വരുന്ന ഈയൊരു കർമ്മത്തിന് നാമും ഭാഗമാവുകയാണ്.